എല്ലാവർക്കും നമസ്കാരം. പൊതുതെരഞ്ഞെടുപ്പിന് വേണ്ടി രാജ്യം ഒരുങ്ങുകയാണ്. കേരളമാകട്ടെ പോളിംഗ് ബൂത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. കേരളത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണശാലയാണ് കേരളം എന്നാണ്. രാഷ്ട്രീയ സാക്ഷരതയും മാധ്യമ സാക്ഷരതയും ഏറെയുള്ള നാടാണ് കേരളം. കേരളത്തിൽ പക്ഷേ 2019 അന്തരീക്ഷമല്ല ഇന്നുള്ളത്. 2019 വലിയ കോൺഗ്രസ് തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു അതിലൊരു പ്രധാന കാരണം. മറ്റൊരു കാരണം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ച് ഇന്ത്യ മുന്നണി ഭരണം പിടിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാകും. ഈ ഒരു ചിന്തയിൽ 19 സീറ്റാണ് കേരളത്തിൽ UDF നേടിയത്. അവർക്ക് ആകെ നഷ്ടപ്പെട്ടത് ആലപ്പുഴ സീറ്റ് മാത്രമാണ്. അതിൽ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചത്. അദ്ദേഹം തന്നെ ജയിച്ചത് LDFിൻ്റെ വോട്ട് ബലം കൊണ്ടല്ല എന്ന് പിന്നീട്, പ്രത്യേകിച്ച് സമീപകാലത്ത് രാഷ്ട്രീയ നിരീക്ഷണം പുറത്തു വരികയുണ്ടായി. അതായത് ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ് മത്സരിച്ചത്. വനിതയും പുരുഷനും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ആ സമുദായത്തിൻ്റെ ഒരു പാരമ്പര്യമനുസരിച്ച് സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്ന രീതിയില്ല. അതുകൊണ്ട് പുരുഷന് ആ സമുദായത്തിൽ നിന്ന് കൂടുതൽ വോട്ട് കിട്ടി. അങ്ങനെയാണ് LDF അവിടെ ജയിച്ചത് എന്ന ഒരു വ്യാഖ്യാനമുണ്ടായി. അത് ശരിയോ തെറ്റോ ആകട്ടെ, 19 സീറ്റും UDF വലിയ ഭൂരിപക്ഷത്തോടെയാണ് നേടിയത്. ഇത്തവണ അത് ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ജിജ്ഞാസയോടെ ചോദിക്കുന്നത്. സ്ഥാനാർത്ഥികളോടും മുന്നണികളോടും ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഉറപ്പായിട്ടും ജയിക്കുമെന്നാണ്. എല്ലാവരുടെയും അവകാശവാദങ്ങൾ ഒരുമിച്ച് കേട്ടാൽ കേരളത്തിൽ നിന്ന് ഏതാണ്ടൊരു ഏറ്റവും കുറഞ്ഞത് 40 MPമാരെങ്കിലും പാർലമെൻറ്റിൽ എത്തും. പക്ഷേ നമുക്കറിയാം 20 പേർക്കേ സാധ്യതയുള്ളൂ. അതാരൊക്കെ ഏതൊക്കെ മുന്നണിയിൽ നിന്നായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയാണ് എല്ലാവർക്കും. മാധ്യമങ്ങൾ അവർ പിന്തുണയ്ക്കുന്ന മുന്നണികളെ വലിയ തോതിൽ ജയിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായിട്ടും എല്ലാവർക്കും അറിയാം. വസ്തുതാപരമായി പരിശോധിച്ചാൽ എത്ര സീറ്റ് ഓരോ മുന്നണിയും ജയിക്കും എന്ന് കാണാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. പക്ഷപാതപരമായി പറയുന്നത് കൊണ്ടാണ് തോൽക്കാൻ ഇടയുള്ള സീറ്റുകൾ ജയിക്കുമെന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ തോൽക്കുമെന്നുമൊക്കെ പ്രചാരണമുണ്ടാകുന്നത്. പൊതുവെ പറഞ്ഞാൽ കേരളത്തിൽ UDFന് കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. 2 കാരണങ്ങളാണ് അതിന് പിന്നിൽ. ഒന്നാമത്തെ കാരണം, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. അതിനോട് ചേർന്നാണ് കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേരളീയരുടെ ചിന്തയും നിലപാടും. അതിൽ തന്നെയും മതന്യൂനപക്ഷങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെ
ഭയമാണ്, അതുപോലെ തന്നെ അമർഷവും സർക്കാരിന് നേർക്കുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ കടക്കേണ്ടതില്ല. സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പും കേന്ദ്ര സർക്കാരിനോടുള്ള ഭയവുമാണ് കേരളത്തിൽ UDFന് അനുകൂലമായ വോട്ടുകൾ സമാഹരിക്കപ്പെടാൻ കാരണമെന്ന് വ്യക്തമായി. ഏതൊക്കെ മണ്ഡലങ്ങളാണ് UDFിലേക്ക് വലിയ തോതിൽ ചാഞ്ഞിരിക്കുന്നത് എന്ന് പ്രത്യേകമായ വിശകലനം കൂടാതെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വയനാട്, ഇടുക്കി, പൊന്നാനി, മലപ്പുറം, മുന്നോട്ട് വരുമ്പോൾ എറണാകുളം, കൊല്ലം എന്നീ മണ്ഡലങ്ങൾ ഒരു ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ ജയിക്കുന്നത് പോലെ ജയിച്ച് കയറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അതേസമയം ഇത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ UDFന് അനുകൂലമായി ചാഞ്ഞു നിൽക്കുന്ന വേറെയും മണ്ഡലങ്ങളുണ്ട്. അത് കോഴിക്കോട്, ചാലക്കുടി, പത്തനംതിട്ട, ആലത്തൂർ, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളാണ്. ഇത്രത്തോളമില്ലെങ്കിലും UDF ചായ്വ് സാമാന്യേനയുള്ള വേറെയും മണ്ഡലങ്ങളുണ്ട്. കാസർഗോഡ്, കോട്ടയം, കണ്ണൂർ മണ്ഡലങ്ങളും UDFന് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. അതേസമയം UDFന് നേരത്തെ ജയിക്കാൻ കഴിഞ്ഞതും ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ വലിപ്പം കൊണ്ട് കടുത്ത മത്സരം നടക്കുന്നതുമായ 4-5 മണ്ഡലങ്ങൾ പ്രവചനാതീതമായ വിധത്തിൽ നിൽക്കുകയാണ്. അതിലൊന്ന് തിരുവനന്തപുരമാണ്. 3 സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ടവരാണ്. 3 തവണ MP ആയ വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂർ, BJPയുടെ മുഖമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള മന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ധനികനാണ്, IT വിദഗ്ധനാണ്, സംരംഭകനാണ്. അതേസമയം CPIയുടെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനെന്നെല്ലാവരും വിളിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ. ഇവിടെ പ്രധാനപ്പെട്ട 2 പേരുടെ ഇടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വേണ്ടത്ര പ്രചരണ രംഗത്ത് മുൻപിലല്ല എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. ആര് ജയിക്കും എന്നാണ് തിരുവനന്തപുരംകാർ, അതുപോലെ തന്നെ ഈ രാജ്യം ഒട്ടാകെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാണാൻ കാത്തിരിക്കുന്നത്. അവസാന നിമിഷം വരെയും വോട്ടുകൾ മാറുകയും ജയപരാജയങ്ങൾ ആന്തോളനമാടുകയും ചെയ്യും. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരും പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളാണ്. സുരേഷ് ഗോപി 5 വർഷക്കാലമായിട്ട് BJPക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് പുതുതായിട്ട് വന്നത് പ്രതാപിന് പകരം K മുരളീധരനാണ്. രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്ദേഹം. ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കുന്നയാളാണ്. മുൻ മന്ത്രിയും MLAയുമായ സുനിൽ കുമാറാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ആദ്യ സമയത്ത് 3 പേരും ഒപ്പത്തിനൊപ്പമായിരുന്നു. സുരേഷ് ഗോപി മുന്നിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ സമയമുണ്ട്. ഇപ്പോൾ ആര് ജയിക്കുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണ്. എങ്കിലും പൊതുവെ പറയുന്നു K മുരളീധരൻ അല്പമെങ്കിലും മേൽക്കൈ തൃശ്ശൂർ പുലർത്തുന്നുവെന്ന്. തിരുവനന്തപുരത്ത് ശശി തരൂരിന് നേരിയ
മേൽക്കൈ ഉള്ളതുപോലെ തന്നെ തൃശ്ശൂരും മുരളീധരന് മേൽക്കൈ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒരുപക്ഷെ ഇത് രണ്ടിനേക്കാളും അസന്നിഗ്ധാവസ്ഥ വടകരയിലാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയാണ് ഷൈലജ ടീച്ചർ. അവർ എല്ലാവരുടെയും ഇഷ്ടകഥാപാത്രമായത് കൊറോണ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എതിരാളികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഷൈലജ ടീച്ചർ ഇങ്ങനെയാകുമായിരുന്നോ? അതിന് വോട്ടർമാരാണ് മറുപടി പറയേണ്ടത്. ഷൈലജ ടീച്ചർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാധീനമുണ്ട് എന്നുള്ളത് ഉറപ്പ്. അവിടേക്ക് കടന്നു വന്നത് കോൺഗ്രസിൻ്റെ പുലിക്കുട്ടി എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിലാണ്. ചെറുപ്പക്കാരനാണ്, യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നതാണ്, കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്നയാളാണ്, നന്നായിട്ട് നാഷണൽ കോൺഗ്രസിനെ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നയാളാണ്. ഇവർ തമ്മിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത്. വോട്ട് എണ്ണിയാൽ മാത്രമേ ആരാണ് വിജയി എന്നറിയാൻ ആവുകയുള്ളൂ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള മത്സരമാണ് നടക്കുന്നത്. എങ്കിലും പൊതുവെ കരുതപ്പെടുന്നത് ഷാഫി പറമ്പിൽ ചെറിയ ഒരു മേൽക്കൈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ്. 2 സീറ്റെങ്കിലും BJPക്ക് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം ജയിപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാക്കുമെന്നാണ്. എതിരാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, 2 പേരും ജയിച്ചു, 2 പേരെയും മന്ത്രിയാക്കുമോ? കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് 2 പേർക്ക് മന്ത്രിസ്ഥാനം നൽകുമോ? അതുകൊണ്ട് ഇത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമായ വാഗ്ദാനമായിട്ട് നിഷ്പക്ഷമതികൾ പോലും കരുതുന്നുള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, കേരളത്തിൻ്റെ ശബ്ദം കേന്ദ്രത്തിൽ കേൾക്കണം, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിക്കണം, കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കണം. അപ്പം ചിലർ ചിന്തിക്കുന്നത് ഇവർ ഇടതുപക്ഷം ജയിച്ചാലും വലതുപക്ഷം ജയിച്ചാലും 20 പേരും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണല്ലോ, അതുകൊണ്ട് ആര് ജയിച്ചാൽ എന്താ, ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ എന്നൊക്കെയാണ്. അത് തെറ്റായ പൗരബോധത്തിൽ നിന്നുണ്ടാകുന്ന ചിന്തയാണ്. ശരിയായ ചിന്ത എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭാവി എൻ്റെ വോട്ടിനെ ആശ്രയിച്ചാണ്, കേരളത്തിൻ്റെ വികസനവും സുസ്ഥിതിയും സമാധാനവും എൻ്റെ വോട്ടിനെ ആശ്രയിച്ചാണ്, ജനാധിപത്യത്തിൻ്റെ ഭാവി എൻ്റെ വോട്ടിനെ ആശ്രയിച്ചാണ്. ഈ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തി സത്യസന്ധമായും മനസാക്ഷിക്ക് നിരക്കുന്ന വിധത്തിലും വോട്ട് ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.